واستفرغ الدمع من عين قد امتلأت من المحارم والزم حمية الندم. واستفرغ നീ ഒഴുക്കിക്കോ, ഒലിപ്പിച്ചോ, അദ്ദംഅ കണ്ണുനീർ, മിൻ ഐനിൻ കണ്ണിൽ നിന്ന്, ഖദ് ഇംതലഅത് നിറഞ്ഞിരിക്കുന്ന, മിനൽ മഹാരിമി നിഷിദ്ധങ്ങളാൽ, നിഷിദ്ധങ്ങളായ ദർശനങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് ആ കണ്ണിനെ നീ ശുദ്ധീകരിച്ചോ. വൽസം ഹിമ്യത്ത നദമി, വൽസം നീ നിർബന്ധമാക്കിക്കോ, ഹിമ്യത്ത രക്ഷാകവചത്തെ, അന്നദബി ഖേദമെന്ന, തൗബ എന്ന പശ്ചാത്താപമെന്ന രക്ഷാകവചത്തെ നീ നിർബന്ധമാക്കുകയും ചെയ്തോ. ഇസ്തഫ്ര ഒലിപ്പിക്കുക, ഒഴുക്കുക, ദംഅ കണ്ണുനീര്, ഐന് കണ്ണ്, ഇംതലഅത്ത് ഇംതലഅത്ത് നിറഞ്ഞിരിക്കുന്നു. ഹറാമായ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പാപങ്ങളാൽ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് നീ ഒലിപ്പിച്ചോ. ആ കണ്ണുനീർ ഒലിപ്പിക്കൽ കണ്ണിനെ കഴുകാൻ നല്ലൊരു ഉപാധിയാണ്. മനുഷ്യനെ പാപങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആരംഭം മിക്കവാറും കണ്ണുകളാണ്. കണ്ണാദ്യം കാണുമ്പോഴാണ് മനസ്സ് അതിനെ ആകർഷിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കണ്ണ് വിഷലിപ്തമായ അമ്പാണ് എന്ന്. മനസ്സും മറ്റവയവങ്ങളും ആ കണ്ണിനെ പിന്നീട് ഫോളോ അപ്പ് ചെയ്യുകയാണ് പതിവ്. അപ്പം അതുകൊണ്ട് തന്നെ പാപങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ട് ചാടിക്കുന്നതിൽ മുഖ്യ പങ്കാണ് കണ്ണ് വഹിക്കുന്നത്. അങ്ങനെ ഹറാമായ കാര്യങ്ങളിലേക്കുള്ള നോട്ടം വഴി കണ്ണ് പാപങ്ങളെ കൊണ്ട് പങ്കിലമാണ്. കരഞ്ഞു കരഞ്ഞ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ മഹത്വത്തെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞാൽ ആ കണ്ണ് ശുദ്ധമാകും. കവി ഇവിടെ ഉപദേശിക്കുകയാണ്, ഫീഹിമ ഐനാനി തജ്രിയാൻ, സ്വർഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് നദികളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദുന്യാവിൽ ഐനാനി തജ്രിയാൻ കണ്ണീരൊലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുള്ള വ്യക്തികൾക്കാണത് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണ് ഒരിക്കലും നരകത്തിൽ പോവുകയില്ല എന്ന് ഹദീസിൽ കാണാം. രാത്രിയുടെ യാമങ്ങളിൽ ഒരല്പസമയം പാപങ്ങളെ ഓർത്തുകൊണ്ട്, വീണുപോയ അബദ്ധങ്ങളെ ഓർത്തുകൊണ്ട്, അമൂല്യമായ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ ഓർത്തുകൊണ്ട് കരയാൻ വിശ്വാസി സമയം കണ്ടെത്തണം. അതോടൊപ്പം ഇൽസം നിർബന്ധമാക്കണം, സദാസമയവും കൊണ്ടു നടക്കണം കൂടെ. ഹിമ്യത്ത് രക്ഷാകവചം, അന്നദം ഖേദമെന്ന, പശ്ചാത്താപമെന്ന, മനസ്സിൻ്റെ വേദന വേണം, മനസ്സിന് വ്യഥ വേണം. പാപങ്ങൾ ചെയ്തെങ്കിൽ ആ ചെയ്തു പോയ പാപത്തിൻ്റെ പേരിൽ മനസ്സ് വേദനിക്കണം. നിർവ്യാജമുള്ള മാനസികമായ വേദന, വ്യഥ, പശ്ചാത്താപം എന്ന രക്ഷാകവചം കൂടെ കൊണ്ടു നടക്കുകയും വേണം. രണ്ട് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ ഇവിടെ മഹാനവറുകൾ ലോകത്തിന് നൽകുകയാണ്. മഹാന്മാരായ സലഫുസ്സാലിഹീങ്ങളുടെ ജീവിതശൈലി അങ്ങനെ കരയലായിരുന്നു. واستفرغ الدمع من عين قد امتلأت من المحارم والزم حمية الندم. ഹറാമുകളാൽ നിറഞ്ഞിരിക്കുന്ന കണ്ണിൽ നിന്ന് കണ്ണുനീര് നീ ഒഴുക്കിക്കോ. ഖേദമെന്ന രക്ഷാകവചത്തെ നീ നിർബന്ധമാക്കുകയും ചെയ്തോ. وخالف النفس والشيطان وعصهما وإنهما محضاك النصح فاتهمي. വഖാലിഫ് നീ എതിരായിക്കോ, അന്നഫ്സ ശരീരത്തോട്, വശൈത്വാന പിശാചിനോടും. ശരീരവും പിശാചും വല്ലതും കൽപ്പിച്ചാൽ അവ രണ്ടിനോടും നീ എതിരാവണം. വഅസിഹിമ
അവ രണ്ടിനും വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും വേണം. കൽപ്പിക്കുമ്പോൾ പുറംതിരിഞ്ഞാൽ മാത്രം പോരാ, ഏത് ഉപദേശം നടത്തിയാലും അതിനോട് നീ എതിര് പ്രവർത്തിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും വേണം. വഇൻ ഹുമാ, ആ നഫ്സും ശരീരവും ശൈത്വാനും മഹലാക്ക, നിനക്ക് നിഷ്കളങ്കമാക്കി കാണിച്ചാൽ പോലും അന്നുസ്ഹ, ഉപദേശത്തെ, ഫത്തഹിമി, നീ തെറ്റിദ്ധരിച്ചോ, അതിൽ വല്ല നിഗൂഢതയും ഉണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ. നഫ്സും ശൈത്വാനും പിശാചിന്റെ ശത്രുക്കളാണ്. ആ ശത്രുക്കൾ മനുഷ്യനെ തെറ്റിലേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. പലപ്പോഴും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന ശൈത്വാന യഫ്തഹുൽ ഇൻസാനി 99 ബാബൻ മിനൽ ഖൈർ. പിശാച് ചിലപ്പോൾ 99 നന്മയുടെ കവാടങ്ങളൊക്കെ തുറന്നു കൊടുക്കും. ലിയൂഖിഅഹു ഫീ ബാബിൻ മിനശ് ശർരി, തിന്മയുടെ ഒരു കവാടത്തിൽ ചെന്നെത്തിക്കാൻ വേണ്ടി 99 നന്മകളൊക്കെ തുറന്നു കൊടുക്കുമെന്ന് കാണാം. അപ്പം നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നത് പിശാച്ചാണ്, തിന്മയിലെത്തിക്കാൻ വേണ്ടി. ഇങ്ങനെ നഫ്സും ശൈത്വാനും മനുഷ്യനെ നന്മ കൽപ്പിച്ചുകൊണ്ടും തിന്മയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഖാലിഫിൻ നഫ്സ വ ശൈത്വാന, ശരീരത്തെയും ശൈത്വാനെയും ഒരിക്കലും അനുസരിക്കരുത്, എതിരായിക്കോ. വയസിഹിമ, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറം വിരുദ്ധമായത് ചെയ്തുകൊണ്ട് നീ അവർക്ക് അനുസരണക്കേട് കാണിച്ചോ. വഇൻഹുമാ, ആ നഫ്സും ശരീരവും മഹലാക്ക, മഹലാക്ക വേറെയാണ്, മഹല നിഷ്കളങ്കമാക്കി, മഹല അത് രണ്ടും നിഷ്കളങ്കമാക്കി നിനക്ക്, അഥവാ നിഷ്കളങ്കമാണെന്ന് നിന്റെ മുന്നിൽ അവർ പറയുന്നു. എന്നാൽ പോലും അന്നുസ, ഉപദേശത്തെ നിഷ്കളങ്കമാക്കി കാണിച്ചാൽ പോലും ഫത്തഹിമി, ഇത്തഹിം, നീ തെറ്റിദ്ധരിച്ചോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പിശാചു പറഞ്ഞത് ഇന്നീലക്ക മിനൻ നാസിഹീൻ എന്നാണ്, ഞാൻ നിനക്ക് ഗുണകാംക്ഷികളിൽപ്പെട്ടയാളാണ് എന്നിട്ട് പഴപ്പിച്ചല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞാൽ പോലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന അമ്പ് നീ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ നഫ്സും ശരീരവും ശൈത്വാനും മനുഷ്യനെ പഴപ്പിച്ചുകൊണ്ടിരിക്കും. ഖാലിഫിൻ നഫ്സ വ ശൈത്വാന എന്ന് പറഞ്ഞെടുത്ത് നഫ്സിനെയാണ് ആദ്യം പറഞ്ഞത്. കാരണം നഫ്സ് മനുഷ്യനിലുള്ളൊരു ഘടകം തന്നെയാണ്, പിശാച് പുറത്തുനിന്ന് വരുന്ന ശത്രുവാണ്. അപ്പോൾ കൂടുതൽ പേടിക്കേണ്ടത് നഫ്സിനെയാണ്. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമ വഇൻഹുമാ മഹ്ലാകൻ നുസ്ഹ ഫത്തഹിമി, നഫ്സിനോടും പിശാചിനോടും നീ എതിരായിക്കോ, അവ രണ്ടുപേർക്കും നീ എതിർ പ്രവർത്തിച്ചോ, അനുസരണക്കേട് കാണിച്ചോ. രണ്ടും നിനക്ക് ഗുണകാംക്ഷയെ നിഷ്കളങ്കമാക്കി പ്രദർശിപ്പിച്ചാൽ പോലും നീ തെറ്റിദ്ധരിച്ചോ. വലാ തുതിഅ മിൻഹുമാ ഖസ്മൻ വലാ ഹകമ ഫഅൻത തഅരിഫു കൈദൽ ഖസ്മി വൽ ഹകമി. വലാ തുതിഅ മിൻഹുമാ, ആ നഫ്സിൽ നിന്നും പിശാചിൽ നിന്നും നീ അനുസരിക്കരുത്. ഹസ്മൻ, വാദിക്കും, വലാ ഹകമൻ, വിധികർത്താവിനും. നഫ്സോ ശൈത്വാനോ വാദിയായിട്ട് വന്നാലും വിധികർത്താവായിട്ട് വന്നാലും രണ്ടുപേരും നീ അനുസരിക്കരുത്. അന്ത താരിഫു, നിനക്കറിയാമല്ലോ, കൈദൽ ഹസ്മി, വാദിയുടെ കുതന്ത്രം, വൽ ഹക്കമി, വിധികർത്താവിൻ്റെയും. മനുഷ്യരിലെ തന്നെ വാദിയുടെയും വിധികർത്താവിൻ്റെയും കുതന്ത്രങ്ങൾ നിനക്കറിയാമല്ലോ. എങ്കിൽ പിന്നെ നഫ്സും ശൈത്വാനും വാദിയും വിധികർത്താവുമായിട്ട് വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന കുതന്ത്രത്തെ നീ അറിയാതെ പോകരുത്, അവരെ നീ അനുസരിക്കരുത്. ഹസ്മ് വാദി, ഹക്കമ് വിധികർത്താവ്. മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ആ ബുദ്ധിയും നഫ്സും ഒരുപക്ഷെ സംഘടനത്തിലായേക്കാം. അപ്പം നഫ്സ് അവിടെ വാദിയാവുകയാണ്. അവിടെ പഞ്ചായത്തുകാരനായിട്ട് വരുന്നത് ഷെയ്ത്വാനായിരിക്കും. അപ്പം ആ ഷെയ്ത്വാൻ സത്യത്തിൽ വിധിക്കുന്നത് നഫ്സിന് അനുകൂലമായിരിക്കും. ചിലപ്പോൾ ബുദ്ധിയും പിശാചും സംഘടന ഏർപ്പെടും. അപ്പോൾ വിധികർത്താവായിട്ട് വരുന്നത് നഫ്സായിരിക്കും. അപ്പോഴും നഫ്സ് ഷെയ്ത്വാന്റെ കൂട്ടുകാരനാണ്, ഷെയ്ത്വാൻ അനുകൂലമായിട്ട് വിധിക്കുകയുള്ളൂ. അപ്പം ഈ നഫ്സും ഷെയ്ത്വാനും നിരന്തരമായി മനുഷ്യന്റെ ബുദ്ധിയുമായി സംഘട്ടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അതിൽ ഒരാൾ വിധികർത്താവായി രംഗത്ത് വരും. രണ്ടായിരുന്നാലും ബുദ്ധിയെയും മനുഷ്യനെയും പഴപ്പിച്ചു കളയുന്ന കുതന്ത്രങ്ങളാണ് അവരുടെ കൈകളിലുള്ളത്. അതുകൊണ്ട് ബുദ്ധിപൂർവം ശരീഅത്തിന്റെ ശരിയായ മീസാൻ തുലാസിലിട്ടുകൊണ്ട് വേണം ഏത് കാര്യങ്ങളെയും വിലയിരുത്തി ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും. ഒരിക്കൽ പോലും പിശാചിനെയോ
നഫ്സിനെയോ വാദിയായിട്ടോ വിധികർത്താവായിട്ടോ നീ കാണരുത്. വലാ തുതി, നീ അനുസരിച്ചു പോകരുത്, മിൻഹുമാ നഫ്സ് ഷൈത്വാനിൽ നിന്ന്, ഹസ്മൻ വാദിയെയും വലാ ഹക്കമ വിധികർത്താവിനെയും. ഫഅന്ത നീ താരിഫു അറിയുന്നവനാണ്, കൈദൽ ഹസ്മി വാദിയുടെ കുതന്ത്രത്തെ, വൽ ഹക്കമി വിധികർത്താവിന്റെയും. ചുരുക്കത്തിൽ കവിയുടെ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വലിയ ഉപദേശമാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചർച്ച മാത്രമല്ല, ഇത് പ്രാക്ടിക്കലാക്കി മനുഷ്യനെ പിശാചിന്റെയും ശരീരത്തിന്റെയും പിടുത്തത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സാഹസമാണ്. അതുകൊണ്ടാണ് പൂർവികര സാത്വികരൊക്കെ ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാതെ അവരെ നഫ്സിനെ റിയാദിൽ മുഴുക്കുന്നതും മറ്റ് രൂപങ്ങളിലൊക്കെ നിയന്ത്രിച്ചു നിർത്തുന്നതും. വളരെ സാഹസമാണ് ബുദ്ധിയുടെയും പിശാചിന്റെയും നഫ്സിന്റെയും ആ ക്രൂരതകളെ തിരിച്ചറിയാൻ. അതുകൊണ്ട് ഒരു ആത്മീയ ഗുരുവിനെ നേരത്തെ തന്നെ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അന്വേഷിച്ചല്ലോ. അത് ഇക്കാരണത്താലാണ്. واستفرغ الدمع من عين قد امتلأت من المحارم والزم حمية الندم وخالف النفس والشيطان وعصهما وإنهما محضاك النصح فاتهم ولا تطع منهما خصما ولا حكما فأنت تعرف كيد الخصم والحكم. പിശാചിൽ നിന്നും നഫ്സിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി അവന്റെ വഴിയിൽ ജീവിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.